കയ്യിലുള്ള നറുവെണ്ണ നുകർന്നുകൊണ്ടും തന്നാശ്രിതർക്ക് തുണയായി വിളങ്ങിടുന്ന നാരായണീയ ഗുരുവായൂരപ്പ നമോ നമസ്തേ. ഇനി ആ മുചുകുന്ദന് ഭഗവാൻ കൊടുക്കുന്ന അനുഗ്രഹത്തെക്കുറിച്ചാണ് 11ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. ഈ ഒരു ശ്ലോകവും ശ്രദ്ധരാവൃത്തത്തിലാണ്. ഐക്ഷ്വാകഃ അഹം ഐക്ഷ്വാകോഹം വിരക്തഃ അസ്മി അഖില നൃപസുഖേ വിരക്തോസ്മ്യഖില നൃപസുഖേ ത്വത്പ്രസാദ ഏക ആകാംക്ഷി ത്വത്പ്രസാദൈകാകാംക്ഷി ഹാ ദേവ ഇതി ദേവേതി സ്തുവന്തം വരവിതതിഷു തം നിസ്പൃഹം വീക്ഷ്യ ഹൃഷ്യൻ മുക്തേഃ തുല്യാം മുക്തേസ്തുല്യാം ച ഭക്തിം ധുത സകലമലാം മോക്ഷം അപി ആശു മോക്ഷമപ്യാശു ദത്വാ കാര്യം ഹിംസാ വിശുദ്ധ്യൈ തപ ഇതി ച തദാ പ്രാർത്ഥ ലോകപ്രതീത്यै. ഹാ ദേവ, ഇവിടെ മുചുകുന്ദൻ വിളിക്കുകയാണ്, അല്ലയോ ഭഗവാനെ, അഹം ഞാൻ ഐക്ഷ്വാകഃ ഇക്ഷ്വാകു വംശത്തിൽ ജനിച്ച ഒരു രാജാവാണ്. അഖില നൃപസുഖേ എല്ലാ രാജാക്കന്മാർക്കും കിട്ടാവുന്ന എല്ലാ സുഖത്തിലും, പൊതുവെ രാജാക്കന്മാർക്ക് കിട്ടാവുന്ന സുഖങ്ങൾ എന്തൊക്കെയാണെന്ന് എനിക്ക് നന്നായിട്ടറിയാം. ഞാൻ അതൊക്കെ അനുഭവിച്ചു കഴിഞ്ഞു. അതിലൊന്നും ഒരു സുഖവുമില്ല, അല്ലെങ്കിൽ അതൊക്കെ കുറച്ചു നാളത്തേക്ക് മാത്രമേ നമ്മെ രസിപ്പിക്കുന്നുള്ളൂ എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ വിരക്തഃ അസ്മി, ഞാൻ ഇതിൽ നിന്നൊക്കെ വിരക്തനാണ്, വൈരാഗ്യം വന്നവനാണ്. ത്വത് പ്രസാദ ഏക ആകാംക്ഷി, അങ്ങയുടെ ആ പ്രസാദത്തെ ഒന്നിനെ മാത്രമേ ഞാൻ കാക്ഷിക്കുന്നുള്ളൂ. ത്വത് പ്രസാദ ഏക കാക്ഷി, ആകാംക്ഷി എന്നില്ല, കാക്ഷി, ഞാൻ കാക്ഷിക്കുന്നുള്ളൂ. ഇതി സ്തുവന്തം, ഇങ്ങനെ പറഞ്ഞ് സ്തുതിച്ച തം ആ മുചുകുന്ദനെ വരവിതതിഷു, വരങ്ങൾ ചോദിച്ചു. എന്തെങ്കിലും വരം ചോദിക്കാൻ പറഞ്ഞപ്പോൾ അതും വേണ്ട, അതാണ് വരവിതതിഷു, വരങ്ങളിൽ ഒന്നിലും നിസ്പൃഹ, നിസ്പൃഹം, ആഗ്രഹം ഒട്ടുമില്ലാത്തവനായിട്ട് അവനെ, ആ മുചുകുന്ദനെ വീക്ഷ്യ, കണ്ടിട്ട് ഹൃഷ്യൻ, അത്യധികം സന്തോഷിച്ചു. കാരണം ഒരു തരത്തിലുള്ള ആഗ്രഹവും ഇല്ലാത്തവർക്ക് മാത്രമേ മുക്തി അത് സ്വീകരിക്കാൻ സാധ്യമാവുള്ളൂ. ഒരു ചെറിയ ആഗ്രഹമെങ്കിലും മനസ്സിലുണ്ടെങ്കിൽ അവർക്ക് ആ ഒരു ആത്മതത്വം ഉപദേശിച്ചിട്ടും കാര്യമില്ല, അങ്ങനെയുള്ളവർക്ക് കൊടുക്കുകയുമില്ല. അപ്പൊ അതാണ്, ഒരു ആഗ്രഹവും ഇല്ല എന്ന് കണ്ടപ്പോൾ സന്തുഷ്ടനായിട്ട് ധുത സകല മലാം, എല്ലാ അഴുക്കുകളെയും, മലം അഴുക്ക്, എല്ലാ മാലിന്യത്തെയും ധുതം നീക്കിക്കളഞ്ഞിട്ടുള്ളതും മുക്തേഹേ തുല്യാം ച, മുക്തിക്ക് തുല്യമായിട്ട് തന്നെ അതിനോട് കിടപിടിക്കുന്ന ഭക്തിം, ആ ഒരു നിരുപമമായ ആ ഒരു ഭക്തിയെ ആശു, മാത്രമല്ല അടുത്ത് തന്നെ, അതായത് ഭഗവാൻ പറഞ്ഞത് ഇനി ഒരു നല്ലൊരു ബ്രാഹ്മണനായിട്ട് ഒരു ജന്മം കൂടെ ബാക്കിയുണ്ട്,
അത് കഴിഞ്ഞിട്ട് നിനക്ക് ആശു മോക്ഷം അഭി മോക്ഷവും കിട്ടുന്നതാണ്. ഇങ്ങനെ ദത്വ അങ്ങനെ ഒരു അനുഗ്രഹം കൊടുത്തിട്ട് ഹിംസാ വിശുദ്ധേ ഹിംസാദോഷം തീരുവാനായിട്ട്. കാരണം ഇത്രയും കാലം ദേവാസുര യുദ്ധത്തിൽ ഒരുപാട് അസുരന്മാരെ കൊന്നൊടുക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു പാപം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും തീരുവാൻ വേണ്ടി തപഹ കാര്യം തപസ് ചെയ്യണം എന്ന് ഇതിച്ച എന്നിപ്രകാരം ലോകപ്രതീത്യൈ അതായത് മാലോകർക്ക് വിശ്വാസം വരുവാൻ വേണ്ടിയിട്ട് തഥാ പ്രാർത്ഥ അങ്ങ് അരുളി ചെയ്യുകയും ചെയ്തു. അപ്പൊ ഇവിടെ ഇക്ഷ്വാകു വംശജനായിട്ടുള്ള മുചുകുന്ദനാണ് താനെന്ന് സ്വയം പരിചയപ്പെടുത്തി. അപ്പൊ ഭഗവാന് അറിയാത്തതൊന്നുമല്ല, എങ്കിലും തന്നെ ഒന്ന് പരിചയപ്പെടുത്തി. മാത്രമല്ല മുചുകുന്ദൻ ആദ്യമേ പറഞ്ഞു, ഭഗവാനെ, ഞാൻ ഈ രാജാക്കന്മാർക്ക് കിട്ടാവുന്ന സുഖമൊക്കെ അനുഭവിച്ചു കഴിഞ്ഞ ആളാണ്. എന്തിന് സ്വർഗത്തിൽ പോലും പോയിട്ട് ഞാൻ അനുഭവിച്ചു. എന്തൊക്കെ സുഖങ്ങൾ കിട്ടുമോ അതൊക്കെ അനുഭവിച്ചു. അതിലൊന്നും ഒരു കാര്യവും ഇല്ല എന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ മോക്ഷത്തിൽ കുറഞ്ഞ ഒന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഭഗവാൻ വരങ്ങളാണ് ആദ്യം ചോദിക്കുന്നത്. വരം എന്താണ് വേണ്ടതെന്ന് ചോദിച്ചപ്പോ വരമൊന്നും വേണ്ട, കാരണം അതിലൊന്നും കാര്യമല്ല. എത്ര വരം കിട്ടിയാലും അതിനും ഒരു പരിധിയുണ്ട്. അതും അനുഭവിച്ച് തീർന്നു കഴിഞ്ഞാൽ പിന്നെ അതിലൊന്നും ഒരു രസവുമില്ല. ഇങ്ങനെ പറഞ്ഞപ്പോൾ എല്ലാ മാലിന്യങ്ങളും അകന്നവനായിട്ട് ആ മുചുകുന്ദനായിത്തീർന്നു എന്ന് കണ്ടിട്ട് സന്തുഷ്ടനായ ഭഗവാൻ മുക്തിക്ക് തുല്യമായിട്ടുള്ള അതുപോലെ ആയിട്ടുള്ള, അതായത് മുക്തി തന്നെ, പക്ഷെ ശരീരമുണ്ടാകും എന്ന് മാത്രം, അങ്ങനെയുള്ള ഭക്തിയെ ഭഗവാൻ പ്രദാനം ചെയ്തു. മാത്രമല്ല ഇനി ഒരു ജന്മം കൂടെ ബാക്കിയുണ്ട്, അത് ഒരു സാത്വിക ബ്രാഹ്മണനായിട്ടായിരിക്കും എന്നുകൂടെ പറഞ്ഞ് ആ ജന്മത്തോടുകൂടെ മുചുകുന്ദന് മോക്ഷവും ലഭിക്കും എന്ന അനുഗ്രഹം കൊടുത്തു എന്നാണ് പറയുന്നത്. ശ്ലോകം 11. ഐക്ഷ്വാകോകം വിരക്തോസ്മ്യഖില നൃപസുഖേ ത്വൽപ്രസാദൈകകാംക്ഷി ഹാ ദേവേതി സ്തുവന്തം വരവിതതിഷുതം നിസ്പൃഹം വീക്ഷ്യ ഹൃഷ്യൻ മുക്തേസ്തുല്യം ച ഭക്തിം ധുത സകലമലം മോക്ഷമപ്യാശു ദത്വാ കാര്യം ഹിംസാ വിശുദ്ധ്യൈ തപ ഇതി ച തഥാ പ്രാർത്ഥലോകപ്രതീത്യൈ. ഹരിശരണം. എല്ലാ സജ്ജനങ്ങൾക്കും വിനീത നമസ്കാരം. എല്ലാ ഗുരുജനങ്ങളെയും പിതൃജനങ്ങളെയും ആത്മാക്കളെയും വ്യാസനെയും അദ്ദേഹത്തിൻ്റെ അവതാരമായിരിക്കുന്ന മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാടിനെയും ഒക്കെ സ്മരിക്കണം. നമ്മളിവിടെ ദശകം 77 ശ്ലോകം 11 നോക്കാനുള്ളത്. വളരെ രസകരമായ ഭഗവാന്റെ ഒരു ലീല കൂടിയാണ് ഇത്. കാലയവനെ വധിക്കാനായിക്കൊണ്ടുള്ളതായ അദ്ദേഹത്തിൻ്റെ ആ ഒരു ആസൂത്രിത പദ്ധതി വിജയിച്ചു. അതിനുശേഷം ഉറങ്ങിക്കിടക്കുന്നതായ ഇക്ഷ്വാകു വംശത്തിലെ മാന്ധാതാവിൻ്റെ മകനായിരിക്കുന്ന മുചുകുന്ദ ചക്രവർത്തിക്ക് അതിസുന്ദരമായ വേഷത്തിൽ ദർശനം കൊടുത്തു. ചതുർബാഹുവായിട്ടെന്നുള്ളതായ ഒരു സൂചന ഭാഗവതത്തിൽ ഉള്ളതായിട്ടാണ് പറയുന്നത്. എല്ലാ വൈഷ്ണവ ചിഹ്നങ്ങളോടും കൂടിയിട്ടാണ് ദർശനം കൊടുത്തത്. അത് കണ്ടപ്പോൾ ഭഗവാനെ കണ്ട സന്തോഷം കൊണ്ട് ആ മുചുകുന്ദ ചക്രവർത്തി സ്വയം പരിചയപ്പെടുത്തുകയാണ്. ഞാൻ ഇക്ഷ്വാകു വംശത്തിലെ മാന്ധാതാവിൻ്റെ മകനായ മുചുകുന്ദനാണ്. എനിക്ക് എല്ലാ തരത്തിലുള്ളതായ രാജകീയ സുഖങ്ങളോടും പൂർണ്ണ വിരക്തി വന്നിരിക്കണു. ഒന്നും എനിക്ക് ആവശ്യമില്ല. ആ വിരക്ത ഭക്തൻ്റെ എല്ലാ ലക്ഷണങ്ങളും അവിടെ ഭഗവാന് കാണാൻ സാധിച്ചു. എന്നിട്ട് ആ രാജാവ് പറയുകയാണ്, അവിടുത്തെ അനുഗ്രഹം മാത്രമേ
അവിടുത്തെ പ്രസാദം മാത്രമേ എനിക്കിപ്പോൾ വേണമെന്നുള്ളൂ, വേറെ ഒന്നും വേണമെന്നില്ല. നോക്കൂ, അതാണ് വിരക്തി ഭക്ത്യന്വത മുക്തിമാർഗം. ജ്ഞാനവൈരാഗ്യ സിദ്ധ്യർത്ഥം ഭിക്ഷാം ദേഹിച്ച പാർവതി എന്നൊക്കെയുള്ളതായ ആ ഒരു പ്രാർത്ഥനകൾക്ക് വളരെ പ്രധാനമാണ്. ഭാഗവതത്തിലെ മഹാത്മ്യത്തിൽ പോലും ഭക്തിദേവിയുടെ മക്കളായിട്ട് കാണിക്കുന്നത് അവശരായിട്ടുള്ളതായ ജ്ഞാനവൈരാഗ്യങ്ങളെയാണ്. അപ്പം ഈ ജ്ഞാനവൈരാഗ്യങ്ങൾ ഭക്തിക്ക് ഏറ്റവും ശക്തമായൊരവസ്ഥ ഉണ്ടാക്കി കൊടുക്കും എന്നുള്ളതാണ് അറിയേണ്ടത്. ഏതായാലും ഭഗവാൻ ആ രാജാവിൻ്റെ അവസ്ഥ കണ്ട് സന്തോഷിച്ചു, അല്ലെങ്കിൽ സംതൃപ്തനായിട്ട് ഒന്ന് പരീക്ഷിക്കാൻ എന്ന മട്ടിൽ എന്തെങ്കിലും വരം വേണോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ പറഞ്ഞു, രാജാവ്, എനിക്കൊരു വരവും വേണ്ട. അവിടുത്തെ കണ്ടത് തന്നെ വലിയൊരു അനുഗ്രഹമാണ്. ഇതിൽ കൂടുതൽ വരം ഒരു ഭക്തനെ സംബന്ധിച്ച് വേറെ എന്താണ് വേണ്ടത്? ഇതാണ് ചോദ്യം. അതുകൊണ്ട് പറഞ്ഞു, അവിടുത്തെ കണ്ടപ്പോഴേ തന്നെ ഞാൻ വളരെ ആനന്ദപരവശനാണ്, അനുഭൂതിയിലാണ്. അതുകൊണ്ട് വരവൊന്നും വേണ്ട എന്ന തരത്തിലുള്ളതായ ആ വിരക്താവസ്ഥ കണ്ടപ്പോൾ അതിസന്തുഷ്ടനായ ഭഗവാൻ പറഞ്ഞു, മുക്തേസ്തുല്യാം ജഭക്തിയും എന്നാണ് പറഞ്ഞേക്കുന്നത്. ഭക്തിക്ക് ശക്തി കൂടും. പറയും സാധാരണ വാഴകുന്നം വാസുദേവൻ നമ്പൂരി പറഞ്ഞ പോലെ, മുക്തി കൊടുത്താലും ശുദ്ധഭക്തി ഭഗവാൻ കൊടുക്കില്ല എന്ന് പറയും. അതായത് ഭക്തിക്ക് താഴെയാണത്രേ മുക്തി സഞ്ചരിക്കുന്നത് എന്ന് പറയും. അപ്പോൾ ആ ഒരു എന്താ പറയുക, ഒന്നിനോടും ആഗ്രഹമില്ലാത്ത പൂർണ്ണ വിരക്തമായിരിക്കുന്ന മനസ്സിൽ നിന്നുണ്ടാകുന്ന നിർമ്മല ഭക്തിയുടെ ശക്തി അപാരമായിട്ട് തന്നെയാണ് ഭാഗവതവും പുരാണങ്ങളും മഹാത്മാക്കളും വർണ്ണിച്ചിട്ടുള്ളത്. നമ്മുടെയൊക്കെ ഭക്തിയിൽ അത്രയുണ്ടോ എന്നുള്ളത് സ്വയം ചിന്തിക്കേണ്ടതാണ്. പലതിനും വേണ്ടി ഭഗവാനെ പ്രാർത്ഥിക്കുന്ന ഫലകാംക്ഷികളായ നമ്മളൊക്കെ ഭക്തിയുടെ ആ ഒരു നിസ്തുല്യമായിട്ടുള്ള അവസ്ഥ അനുഭവിച്ചിട്ടുണ്ടോ എന്നുള്ളത് അറിയില്ല, തോന്നുന്നില്ല. അപ്പോൾ ഇവിടെ ഭാഗവതം പഠിപ്പിക്കുന്നത് മുക്തിക്ക് പോലും അത്ര ശക്തിയില്ല നിർമ്മല ഭക്തിയുടെ അത്ര. അതുകൊണ്ട് മുക്തേസ്തുല്യം എന്ന് പറയുമ്പോഴും ശരിക്കും അത് കുറച്ചും കൂടി നന്നാക്കി എടുക്കാമായിരുന്നു തോന്നും. കൊടുത്തു. അതുമാത്രമല്ല, ധൂത സകലമലാം, മുക്തിക്ക് തുല്യമായ ഭക്തി മാത്രമല്ല, ആ ഭക്തിക്ക് പ്രത്യേകതയുണ്ട്. എന്തൊക്കെ കർമ്മദോഷങ്ങൾ ഉണ്ടോ ഇദ്ദേഹത്തിന് അതൊക്കെ ഇല്ലാതാക്കാവുന്ന ഭക്തി കൊടുത്തു. അതേ സമയം തന്നെ അതൊക്കെ കൊടുത്ത ശേഷം അദ്ദേഹം ദേവലോകത്ത് പോയി ദേവന്മാരുടെ പക്ഷം പിടിച്ചുകൊണ്ട് യുദ്ധം ചെയ്യലുണ്ടായി. അതുകൂടാതെ തന്നെ രാജധർമ്മത്തിൻ്റെ ഭാഗമായിട്ടും ധാരാളം യുദ്ധം ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ളതായ കുറേ യുദ്ധങ്ങൾ, കാര്യകാരണങ്ങൾ എന്തോ ആയിക്കോട്ടെ, ഹിംസ ഒരു പാപമായിട്ട് തന്നെയാണ് പൊതുവെ കണക്കാക്കിയിട്ടുള്ളത്. ധർമ്മഹിംസ വേറെ, അതൊക്കെ വ്യാഖ്യാനിക്കാൻ പോയാൽ കുറേ അധികം ഉണ്ടാവും. അപ്പം അതുകൊണ്ട് തന്നെ അല്പസ്വല്പം പാപത്തിൻ്റേതായ ഒരു അശുദ്ധി ഈ രാജാവിന് ഉണ്ടാവാൻ സാധ്യതയുള്ളത് കൊണ്ട് തന്നെ നമുക്കൊക്കെ ഉണ്ടത്. എല്ലാ മഹാത്മാക്കളും ശരീരം എടുത്തിടത്തോളം കാലം പാപത്തിൻ്റെ ചെറിയൊരു അംശം നമ്മുടെ കൂടെ കൂടും. അതുകൊണ്ടാണ് നിരന്തരമായ ഈശ്വരസ്മരണയും ഭക്തിയും വേണമെന്നൊക്കെ മഹാത്മാക്കൾ എടുത്തു പറയുന്നത്. അതുകൊണ്ട് രാജാവിനോട് പറഞ്ഞു, ഈ ഒരു പാപത്തിൻ്റെ ആ ഒരു അംശം ഇല്ലാതാവാനായിട്ട് ശക്തമായ തപസ് ചെയ്യണം എന്നാണ് നിർദ്ദേശിച്ചത്. അത് ലോകത്തിനുള്ളതായ ഒരു പാഠമാണ്. ഈശ്വരനെ കിട്ടാനുള്ളതായ തപസ്, തപിക്കുക, മറ്റെല്ലാം വിട്ട് അത് മാത്രം എന്ന് വിചാരിച്ചുകൊണ്ടുള്ളതായ സാധന എന്ന് വേണമെങ്കിൽ പറയാം അതിനെ. അതാണ്. അപ്പോൾ എല്ലാ പാപത്തിൽ നിന്നും, എല്ലാ തരത്തിലുള്ള പാപവാസനകളിൽ നിന്നും മോചനം നേടാനുള്ളതായ മാർഗം
ഈശ്വരപ്രാപ്തിക്കുള്ളതായ തീവ്രമായ ഇച്ഛ വരിക, അതിനനുസൃതമായ ജീവിതത്തിനെ രൂപീകരിക്കുക, അല്ലെങ്കിൽ അതിനെ ക്രമീകരിക്കുന്നതാണ് തപസ്. അല്ലാണ്ട് ഒറ്റക്കാലം നിൽക്കുക എന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പം അതുകൊണ്ട് തന്നെ തപസ് ധ്രുവൻ്റെ കഥയിലായാലും മറ്റേത് മഹാത്മാക്കളുടെ കഥയിലായാലും ആ ഒരു ഭഗവത് ദർശനത്തിന് മുമ്പുള്ളതായ തപസ്സിൻ്റെ പരിശുദ്ധി കാണാൻ സാധിക്കും നമുക്ക്. അതുകൊണ്ടാണ് ആ ചെറിയൊരു പാപത്തിൻ്റെ ചെറിയൊരു അംശം ഉണ്ടെങ്കിൽ പോലും അത് ആത്യന്തികമായ മോക്ഷ മാർഗത്തിനെ ചിലപ്പോൾ തടയും. അപ്പം അതിനാണ് തപസ് ചെയ്യാൻ പറഞ്ഞത്. അതായത് ആത്മാർത്ഥതയോട് കൂടിയിട്ട്, സദുദ്ദേശത്തോട് കൂടിയിട്ട്, ഈശ്വരൻ്റെ ദാസൻ എന്നുള്ള ഭാവത്തിൽ ചെയ്യുന്നതൊക്കെ ഒരു സാധനയായി കണ്ടുകൊണ്ട് സമർപ്പണ ഭാവത്തിൽ ജീവിക്കുമ്പോൾ അത് തന്നെ ഒരു തപസ്സാണ്. തൻ്റേതായിട്ടൊന്നുമില്ല, താനൊന്നും ചെയ്യുന്നില്ല, തന്നെ കൊണ്ട് ചെയ്യിക്കുകയാണ് ഭഗവാൻ എന്ന തരത്തിലൊരു ചിന്ത വരുമ്പോൾ തപസ്സാവും. അങ്ങനെയാണ് അത് ലോകത്തിനുള്ളൊരു പാഠമാണ്. ലോകപ്രതീതി എന്ന് പറഞ്ഞിട്ടുണ്ട് അവിടെ. ലോകർക്ക് ഒരു ബോധം ഉണ്ടാവാൻ എന്ന തരത്തിൽ എന്നർത്ഥം. അങ്ങനെ അതുകൊണ്ട് അത് പറഞ്ഞു കൊടുത്തത്. ഇതൊക്കെ നമുക്കുള്ള പാഠമാണ്. ഇതൊക്കെ മനസ്സിലാക്കി ജീവിതത്തിനെ എല്ലാവരും ധന്യമാക്കണം. ഭാഗവതമായാലും നാരായണിയായാലും സജ്ജനങ്ങളുടെ, ഭക്തന്മാരുടെ, മഹാത്മാക്കളുടെ കഥ പറയുമ്പോൾ അതിൽ നിന്നും പാഠം ഉൾക്കൊണ്ടുകൊണ്ട് നമുക്കും അതിൽ ചെറിയൊരു അംശം സംശീകരിക്കാൻ സാധിച്ചാൽ വലിയൊരു കാര്യമാണ്. അതിനും ഭഗവാൻ അനുഗ്രഹിക്കണം. ഗുരുവായൂരപ്പൻ അതിനായിക്കൊണ്ട് എല്ലാവരും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹരിശരണം.